പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും പഠിച്ചിരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബലം ചലനം എന്നീ പോർഷൻ്റെ തുടർച്ചയായ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലം എന്ന് പറയും. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ കൊഹിഷൻ ബലം എന്ന് പറയും. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡ്ഹീഷൻ ബലം എന്ന് വിളിക്കും. അഡ്ഹീഷൻ. അപ്പോൾ കൊഹിഷൻ ബലവുമുണ്ട്, അഡ്ഹീഷൻ ബലവുമുണ്ട്. ദ്രാവകങ്ങളുടെ പ്രതല ബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. ദ്രാവകങ്ങളുടെ പ്രതല ബലത്തിന് പ്രധാന കാരണം കൊഹിഷൻ ബലം. ഈ കൊഹിഷൻ ബലം എന്ന് പറയുന്നത് ദ്രാവകങ്ങളുടെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ദ്രാവകങ്ങളുടെ പ്രതല ബലത്തിന് കാരണം ഇതാണ്. ഇനി വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് അഡ്ഹീഷൻ ബലം. ഗ്ലാസും ജലവും. ഗ്ലാസ്സിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു കാണും. അപ്പോൾ ജലവും ജലതന്മാത്രകളും ഗ്ലാസും തമ്മിലുള്ള ഈ ആകർഷണം അഡ്ഹീഷൻ ബലം എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാക്കുന്ന ആന്തരിക ബലം. ഒരു വസ്തുവിന്മേൽ നമ്മൾ ഒരു ബലം പ്രയോഗിച്ചു. ബലം പ്രയോഗിച്ചാൽ അതിന് അനുസരിച്ച് അതിനെതിരായി പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ചും അതിനെതിരായും ഒരു വസ്തുവിന്മേൽ നമ്മളൊരു ബലം പ്രയോഗിച്ചാൽ അതിനെതിരായി വസ്തുവിൽ ഉളവാക്കുന്ന ആന്തരിക ബലമുണ്ട്. ഈ ആന്തരിക ബലത്തെ പറയുന്ന പേരെന്ത്? ഒരു വസ്തുവിന്മേൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി വസ്തുവിൽ ഉളവാക്കുന്ന ആന്തരിക ബലത്തിൻ്റെ പേരാണ് ഇലാസ്തിക ബലം. ഇലാസ്തിക ബലം. ഇലാസ്തിക ബലം. ഒരു വസ്തുവിന്മേൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാക്കുന്ന ആന്തരിക ബലത്തെ ഇലാസ്തിക ബലം എന്ന് പറയും. ഏറ്റവും കൂടുതൽ ഇലാസ്തികതയുള്ള പദാർത്ഥം, ഏറ്റവും കൂടുതൽ ഇലാസ്തികതയുള്ള പദാർത്ഥം സ്റ്റീലാണ്. ഓർമ്മയിരിക്കണം, ഏറ്റവും കൂടുതൽ ഇലാസ്തികതയുള്ള പദാർത്ഥം സ്റ്റീലാണ്. സ്റ്റീൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പിൽ ആവശ്യാനുസരണം കാർബൺ കൂട്ടിച്ചേർത്തോ ആവശ്യത്തിലധികമുള്ള കാർബൺ ഇരുമ്പിൽ നിന്ന് നീക്കം ചെയ്തോ നിർമ്മിക്കുന്നതാണ് സ്റ്റീൽ. ഈ സ്റ്റീലിനാണ് ഏറ്റവും കൂടുതൽ ഇലാസ്തിക ബലം ഉള്ളത്. അപ്പോൾ ഇലാസ്തിക ബലം ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് സ്റ്റീൽ. രണ്ടാം സ്ഥാനം റബ്ബറാണ്. ഒന്നാം സ്ഥാനം സ്റ്റീലും രണ്ടാം സ്ഥാനം റബ്ബറും. ഇവയാണ് ഇലാസ്തിക ബലം കൂടുതലുള്ള രണ്ട് വസ്തുക്കൾ. ഇനി ഇലാസ്തിക ബലം ഉളവാക്കാൻ കഴിയാത്ത വസ്തുക്കളെയാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്തിക ബലം ഉളവാക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങളെ പൊതുവിൽ പറയുന്ന പേരെന്ത്? ഇലാസ്തിക ബലം ഉളവാക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങളെ പൊതുവിൽ അറിയപ്പെടുന്ന പേര് എന്ത് എന്ന് ചോദിച്ചാൽ ഉദാഹരണം പ്ലാസ്റ്റിക്കാണ്.
പ്ലാസ്റ്റിക്. ഇത് ഇലാസ്തിക സ്വഭാവം ഇല്ലാത്തതാണ്. പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾക്ക് ഇലാസ്തിക സ്വഭാവം ഉളവാക്കാൻ കഴിയില്ല. അപ്പോൾ ഇലാസ്തിക സ്വഭാവം ഉളവാക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങളുടെ പേരാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ. ഉദാഹരണം, മെഴുക്, കളിമണ്ണ് എന്നിവ പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. മെഴുക്, കളിമണ്ണ്. അപ്പോൾ ഒരു സംശയം തോന്നും, കളിമണ്ണ് പ്ലാസ്റ്റിക് ആണോ? കളിമണ്ണ്, മെഴുക് എന്നിവ പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. ഇവയ്ക്ക് ഇലാസ്തിക ബലം പ്രയോഗിക്കാൻ കഴിവില്ല. എന്നാൽ മറ്റ് ചില പ്രത്യേകതകൾ ഇവയ്ക്കുണ്ട്. ഇലാസ്തിക ബലം ഉളവാക്കാൻ കഴിയാത്ത ഈ പദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നറിയപ്പെടുന്നുവെങ്കിലും നമ്മൾ രണ്ട് തരം പ്ലാസ്റ്റിക് വസ്തുക്കളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അത് വിശദമായി നമ്മൾ അവിടെ പഠിച്ചതാണ്, അതുകൊണ്ട് ഇവിടെ പഠിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ആകർഷണ ബലങ്ങളിൽ ഒരുപാട് ആകർഷണ ബലങ്ങളുണ്ട്. കർഷണ ബലമുണ്ട്, ഗുരുത്വാകർഷണ ബലമുണ്ട്, വൈദ്യുതാകർഷണ ബലമുണ്ട്, ഇങ്ങനെ ഒരുപാട് ബലമുണ്ട്. പക്ഷേ ഗുരുത്വാകർഷണ ബലമാണോ വൈദ്യുതാകർഷണ ബലമാണോ ഏറ്റവും വലുത്? ഏറ്റവും വലിയ ബലം ഗുരുത്വാകർഷണ ബലമാണോ വൈദ്യുതാകർഷണ ബലമാണോ? ഏതായിരിക്കും? ഗുരുത്വാകർഷണ ബലവും വൈദ്യുത ബലവും തന്നിരുന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബലം, ഏറ്റവും വലിയ ബലം വൈദ്യുതാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലത്തേക്കാൾ വലിയ ബലം വൈദ്യുതാകർഷണ ബലമാണ്. ഇനി പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പറയാം. പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ പ്രവൃത്തിയുടെ MKS യൂണിറ്റ്, പ്രവൃത്തിയുടെ MKS യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തിയുടെ MKS യൂണിറ്റ് ജൂൾ. CGS യൂണിറ്റ് എർഗ്. പ്രവൃത്തിയുടെ MKS യൂണിറ്റ് ജൂളും CGS യൂണിറ്റ് എർഗുമാണ്. അപ്പോൾ ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രവൃത്തി, പവർ, ഊർജം. പ്രവൃത്തി, പവർ, ഊർജം ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെടുമ്പോൾ മറ്റു ചില വസ്തുക്കളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞല്ലോ, അഡ്ഹീഷൻ ബലം, കൊഹിഷൻ ബലം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവൃത്തിയും അതുപോലെ പവർ, ഊർജം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാം. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ വിരലിൻ്റെ അഗ്രം നനയ്ക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് അഡ്ഹീഷൻ ബലം കിട്ടാൻ വേണ്ടിയാണ്. അഡ്ഹീഷൻ ബലം കിട്ടിക്കഴിഞ്ഞാൽ നോട്ടുകൾ വളരെ പെട്ടെന്ന് എണ്ണാൻ സാധിക്കും. അതുകൊണ്ടാണ് കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ വിരലിൻ്റെ അഗ്രം നനയ്ക്കുന്നത്. വേറൊരു കാര്യം, സോപ്പ് ഉപയോഗിക്കുമ്പോൾ തുണികളുടെ അഴുക്ക് ഇളകിപ്പോകാൻ കാരണം പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. അഡ്ഹീഷൻ ബലവുമായും കൊഹിഷൻ ബലവുമായും ബന്ധപ്പെട്ടതാണ്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ തുണികളുടെ അഴുക്ക് ഇളകി മാറാൻ കാരണം സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവാണ്. പ്രതലബലം കുറവായതുകൊണ്ടാണ് സോപ്പ് വെള്ളത്തിൽ തുണി കഴുകുമ്പോൾ അഴുക്ക് ഇളകി മാറുന്നത്. അതുപോലെ വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്. വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന സിദ്ധാന്തം അനുസരിച്ചാണ്, എന്ന തത്വം അനുസരിച്ചാണ്. കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം എന്ന് പറയും.
കേശുകത്വം. ഈ കേശുകത്വം ഉപയോഗിച്ച് എണ്ണ തിരിയിലൂടെ മുകളിലേക്ക് കയറും. ഈ തത്വം ഉപയോഗിച്ച് കൃഷിസ്ഥലങ്ങൾ വേനൽക്കാലങ്ങളിൽ മണ്ണിളക്കിയിടും. കൃഷിക്കാർ വേനൽക്കാലങ്ങളിൽ മേൽമണ്ണ് ഇളക്കിയിടുന്നതിന് കാരണം ഈ കേശുകത്വം മുഖേന മണ്ണിൻ്റെ ഈർപ്പം, മേൽമണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കും. അത് കേശുകത്വം മുഖേനയാണ്. അപ്പോൾ കാർഷിക രംഗത്ത് കൃഷിസ്ഥലത്തെ മേൽമണ്ണ് ഇളക്കിയിടുന്നത് കൊണ്ടുള്ള ഗുണം മേൽമണ്ണ് ഈർപ്പമുള്ളതായി നിലനിൽക്കും. ഇത് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം എന്ന പ്രവർത്തനം മുഖേന സംഭവിക്കുന്നതാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നു. ഉത്തോലകം എന്ന് പറയുന്ന ലഘുയന്ത്രങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഉത്തോലകം, ലഘുയന്ത്രങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഉത്തോലകം. ഈ ഉത്തോലക തത്വം, ഉത്തോലകങ്ങളും ഉത്തോലക തത്വങ്ങളും എന്താണ് നമുക്ക് പഠിക്കാം. അതിലൊന്നാമത്തേത്, ഉത്തോലകങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഉത്തോലകങ്ങളെ മൂന്നായി തിരിക്കുന്നു. ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം. ഒരു ഉത്തോലകത്തിൽ യത്നത്തിനും രോധത്തിനും ഇടയ്ക്ക് ധാരം വന്നിരുന്നാൽ, യത്നത്തിനും രോധത്തിനും ഇടയ്ക്ക് ധാരം വന്നിരുന്നാൽ അത്തരം ഉത്തോലകങ്ങളെ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം നോക്കാം. ഒരു ത്രാസ്, ഒരു സാധാരണ ത്രാസിൽ ഒന്ന് യത്നവും മറ്റൊന്ന് രോധവുമായിരിക്കും. നമുക്ക് ഭാരം നിർണയിക്കേണ്ട വസ്തു രോധമാണ്. ഇനി ഭാരം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന പടികളുണ്ട്, അത് യത്നമാണ്. ഈ യത്നത്തിനും രോധത്തിനും ഇടയ്ക്ക് ഈ ബാലൻസ് അഥവാ ത്രാസ് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നുകൊണ്ട് ഉയരുകയും താഴുകയുമാണ് ചെയ്യുന്നത്. ഈ നിശ്ചിത ബിന്ദുവിനെ നമുക്ക് ധാരം അല്ലെങ്കിൽ ഫൾക്രം എന്ന് വിളിക്കാം. ഫൾക്രം അല്ലെങ്കിൽ ധാരം. ഫൾക്രം, ധാരം. ഇത് ലോഡ്, ഇത് എഫർട്ട്. ലോഡ്, പിന്നെ ഫൾക്രം അല്ലെങ്കിൽ ധാരം. ലോഡ്, ഇത് എഫർട്ട്, ലോഡ്, ഫൾക്രം അല്ലെങ്കിൽ യത്നം, രോധം, ധാരം. അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ പ്രത്യേകത യത്നത്തിനും രോധത്തിനും ഇടയ്ക്ക് ധാരം. യത്നത്തിനും രോധത്തിനും ഇടയ്ക്ക് ധാരം അല്ലെങ്കിൽ ഫൾക്രം വന്നിരുന്നാൽ അത്തരം ഉത്തോലകങ്ങളെയെല്ലാം ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം, ത്രാസ്, കത്രിക, സിസേഴ്സ്, ഇവ ഒന്നാം വർഗ ഉത്തോലകങ്ങളാണ്. ശ്രദ്ധിച്ചോളണം, ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കും. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ത്രാസ്, കത്രിക. ഇനി രണ്ടാം വർഗ ഉത്തോലകം, യത്നത്തിനും ധാരത്തിനും ഇടയ്ക്ക് രോധം. ധാരത്തിനും യത്നത്തിനും ധാരത്തിനും ഇടയ്ക്ക് രോധം വന്നാൽ
അത്തരം ഉത്സവങ്ങളെ രണ്ടാം വർഗ ഉത്സവങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം, വീൽ ചെയറും പാക്കുവെട്ടിയും. പാക്കുവെട്ടിയിൽ എവിടെയാണ്, ഈ അറ്റത്താണ് ഫൾക്രം അല്ലെങ്കിൽ ധാരം വരുന്നത്. അപ്പോൾ യത്നത്തിനും ധാരത്തിനും ഇടയ്ക്ക്, ഇത് നമ്മൾ കൈകൊണ്ട് അമർത്തുന്ന ഭാഗം, ഇവിടെയാണ് പാക്ക് വയ്ക്കുന്ന സ്ഥലം. അപ്പോൾ യത്നത്തിനും ധാരത്തിനും ഇടയ്ക്ക് രോധം വന്നാൽ ഇത് രണ്ടാം വർഗ ഉത്സവലകം. ഉദാഹരണം, വീൽ ചെയർ പാക്കുവെട്ടി. മൂന്നാമത്തെ ഉത്സവലകം, മൂന്നാം വർഗ ഉത്സവലകത്തിന് ഉദാഹരണം, രോധത്തിനും ധാരത്തിനും ഇടയ്ക്ക് യത്നം വന്നാൽ, രോധത്തിനും ധാരത്തിനും ഇടയ്ക്ക് യത്നം വന്നാൽ അത് മൂന്നാം വർഗ ഉത്സവലകം. ഉദാഹരണം, ചവണ, വിജാഗിരിയിൽ തിരിയുന്ന കതക്, അതുപോലെ നമ്മുടെ മുഴങ്കൈ, കൈമുട്ട്, ഇവ മൂന്നാം വർഗ ഉത്സവലകങ്ങളാണ്. അപ്പോൾ മൂന്നാം വർഗ ഉത്സവലകങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. യത്നത്തിനും രോധത്തിനും ഇടയ്ക്ക് ധാരം വന്നിരുന്നാൽ അത്തരം ഉത്സവലകങ്ങളിലെ പറയുന്ന പേരാണ് ഒന്നാം വർഗ ഉത്സവലകം. ഉദാഹരണം, ത്രാസ്, കത്രിക. യത്നത്തിനും ധാരത്തിനും ഇടയ്ക്ക് രോധം വന്നാൽ അത്തരം ഉത്സവലകങ്ങളെ പറയുന്ന പേരാണ് രണ്ടാം വർഗ ഉത്സവലകങ്ങൾ. ഉദാഹരണം, വീൽ ചെയറും പാക്കുവെട്ടിയും. രോധത്തിനും ധാരത്തിനും ഇടയ്ക്ക് യത്നം വരുന്ന ഉത്സവലകങ്ങളെ മൂന്നാം വർഗ ഉത്സവലകങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം, ചവണ, വിജാഗിരിയിൽ തിരിയുന്ന കതക്, മനുഷ്യൻ്റെ മുഴങ്കൈ എന്നിവ മൂന്നാം വർഗ ഉത്സവലകത്തിന് ഉദാഹരണം. മറ്റൊരു കാര്യം, ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിന്മേൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം, ഭൂമി വസ്തുക്കളെ മുകളിലേക്ക് ഒരു ബലം താഴേക്കൊരു ബലം പ്രയോഗിക്കുന്നത് പോലെ ഭൂമി വസ്തുക്കളെ താഴേക്ക് ആകർഷിക്കുന്നത് പോലെ ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിന്മേൽ ജലം അഥവാ ദ്രാവകം മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു. ഇങ്ങനെ ഒരു ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിന്മേൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഇതാണ് പ്ലവക്ഷമ ബലം. ഒരു ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം, ദ്രാവകം വസ്തുവിന് മേൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. പ്ലവക്ഷമ ബലം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിന്മേൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നു. അപ്പോൾ പറഞ്ഞ ഇത്രയാണ്: ഒന്നാം വർഗ ഉത്സവലകം, രണ്ടാം വർഗ ഉത്സവലകം, മൂന്നാം വർഗ ഉത്സവലകം. മറ്റൊന്ന് പ്ലവക്ഷമ ബലം. 4, അന്തർവാഹിനികളുടെ പ്രവർത്തന തത്വം. അന്തർവാഹിനി, വെള്ളത്തിനടിയിൽ കൂടി സഞ്ചരിക്കുന്ന കപ്പലുകളെയാണ് അന്തർവാഹിനികൾ അല്ലെങ്കിൽ സബ്മറൈൻ എന്ന് വിളിക്കുന്നത്. അന്തർവാഹിനികൾ അല്ലെങ്കിൽ സബ്മറൈൻസ് എന്ന് വിളിക്കുന്നു. അന്തർവാഹിനികൾ അല്ലെങ്കിൽ സബ്മറൈൻസ്. അപ്പോൾ അന്തർവാഹിനികളുടെ പ്രവർത്തന തത്വം എന്ത്? അന്തർവാഹിനികളുടെ പ്രവർത്തന തത്വം നേരത്തെ പറഞ്ഞ പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തർവാഹിനികൾ സബ്മറൈൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്തർവാഹിനികളുടെ പ്രവർത്തന തത്വം പ്ലവക്ഷമ ബലം. ഇനി 2 വസ്തുക്കൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന സമാന്തര ബലം.
രണ്ട് വസ്തുക്കൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സമാന്തര ബലം, ഈ സമാന്തര ബലത്തെ പറയുന്ന പേര്, അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന സമാന്തര ബലത്തെ പറയുന്ന പേര് കർഷണബലം എന്നാണ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പരം സ്പർശിക്കുമ്പോൾ ആ രണ്ട് വസ്തുക്കൾക്കും ഇടയ്ക്ക് അനുഭവപ്പെടുന്ന സമാന്തര ബലം, ഈ സമാന്തര ബലത്തെ പറയുന്ന പേരാണ് കർഷണബലം. കർഷണബലം. ഇനി മറ്റൊരു കാര്യം, ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹനങ്ങളുടെ ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത്? മോട്ടോർ വാഹനങ്ങളുടെ ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അടിസ്ഥാനമാക്കിയാണ്? ഏത് തത്വം അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാൽ കർഷണബലം. കർഷണബലം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന സമാന്തര ബലം. ഈ കർഷണബലമാണ് വാഹനങ്ങളുടെ ബ്രേക്ക് പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന തത്വം. മറ്റൊരു ചോദ്യം, ലോഹങ്ങൾ സാധാരണ പൊട്ടിക്കഴിഞ്ഞാൽ അവ രണ്ട് കഷണങ്ങളായി അല്ലെങ്കിൽ പല കഷണങ്ങളായി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ള ഒരു ലോഹമുണ്ട്. പൊട്ടിപ്പോയാലും അവ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുള്ള ഒരു ലോഹമുണ്ട്. ആ ലോഹമാണ് ലെഡ് അല്ലെങ്കിൽ കാരിയം എന്ന് പറയുന്നത്. കാരിയം, ലെഡ് അല്ലെങ്കിൽ കർത്തിയം. കർത്തിയത്തിന് മറ്റൊരു പേരാണ് കാരിയം അല്ലെങ്കിൽ ലെഡ്. ഇവ പൊട്ടി കഷ്ണങ്ങളായാലും ഇവയെ ചേർത്ത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ആ ഒരു സ്വഭാവം, ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ള ഒരേ ഒരു ലോഹമാണ് ലെഡ്. ഇനി 3 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ തറയിൽ നിന്ന് 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ ബലം എത്രയായിരിക്കും? 3 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ തറയിൽ നിന്ന് 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ ബലം. ഇവിടെ വസ്തുവിൻ്റെ ഭാരം 3 കിലോമീറ്ററാണ്, കിലോഗ്രാമാണ്. ഈ 3 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 3 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ഉയർത്തണമെങ്കിൽ വസ്തുവിൻ്റെ ഭാരം മാത്രം ഉപയോഗിച്ചാൽ പോരാ, പിന്നെന്ത് ചെയ്യണം? ഭൂമിയുടെ ആകർഷണ ബലവും കൂടി ചേർക്കണം. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആകർഷണ ബലം 9.8 ന്യൂട്ടൺ. 8 ന്യൂട്ടൺ ഗുണം വസ്തുവിൻ്റെ ഭാരം മാസ് 3 കിലോഗ്രാം. 3 കിലോഗ്രാം. അപ്പോൾ 3 കിലോഗ്രാം ഇൻറ്റു 9.8, അതിൻ്റെ കൂടെ 9.8 എന്ന് പറയുന്നത് ഭൂമി പ്രയോഗിക്കുന്ന ബലം. അപ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് ഗുണിച്ച് നോക്കാം. 3 ഇൻറ്റു 9.8 ഗുണിച്ച് നോക്കുക. ഗുണിച്ച് നോക്കുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടും? 3 ഇൻറ്റു 9.8 എന്ന് പറഞ്ഞാൽ 9.8 എന്ന് പറയുന്നത് ഭൂമി പ്രയോഗിക്കുന്ന ബലം. ഇവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ഭൂമിയിൽ തറയിൽ നിന്ന് ഉയർത്താൻ എത്ര ഭാരം, അല്ല എത്ര മീറ്റർ, 1 മീറ്റർ ഉയർത്താൻ എത്ര ബലം പ്രയോഗിക്കണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത സമയം കൊണ്ട് ആവർത്തിക്കപ്പെടുന്ന ചലനം, ഒരു നിശ്ചിത സമയം കൊണ്ട് ആവർത്തിക്കപ്പെടുന്ന ചലനം, ഈ ചലനത്തിൻ്റെ പേരെന്ത്? ഒരു നിശ്ചിത സമയം കൊണ്ട് ആവർത്തിക്കപ്പെടുന്ന ചലനത്തിൻ്റെ പേരാണ് ക്രമാവർത്തന ചലനം. ക്രമാവർത്തന ചലനം.
ക്രമാവർത്തന ചലനം. ക്രമാവർത്തന ചലനം, ക്രമാവർത്തന ചലനം. മറ്റൊരു കാര്യം, അന്തരീക്ഷത്തിൽ വസ്തുക്കളെ ചരിച്ച് വിക്ഷേപിക്കുന്ന രീതിയുടെ പേര്. അന്തരീക്ഷത്തിൽ വസ്തുക്കളെ ചരിച്ച് വിക്ഷേപിക്കുക, അങ്ങനെ വിക്ഷേപിക്കുന്ന രീതിയുടെ പേരാണ് പ്രൊജക്ടൈൽ. പ്രൊജക്ടൈൽ. അന്തരീക്ഷത്തിൽ വസ്തുക്കളെ ചരിച്ച് വിക്ഷേപിക്കുന്ന രീതിയാണ് പ്രൊജക്ടൈൽ. 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 ഉദാഹരണം, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ എന്നിവ അന്തരീക്ഷത്തിൽ ചരിച്ച് വിക്ഷേപിക്കുന്നതാണ്. ഇതിന് ഒരു ബലം ആവശ്യമാണ്. മറ്റൊരു കാര്യം, സൂക്ഷ്മ വസ്തുക്കളുടെ ആക്കം, സ്ഥാനം എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ സാധ്യമല്ലെന്ന സിദ്ധാന്തത്തിൻ്റെ പേര്. ഒരു വസ്തുവിൻ്റെ ആക്കം, അതിൻ്റെ സ്ഥാനം, ആക്കം നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഒരു വസ്തുവിൻ്റെ ആക്കമോ അതിൻ്റെ സ്ഥാനമോ കൃത്യമായി നിർണ്ണയിക്കാൻ സാധ്യമല്ല എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ പേരാണ് അനിശ്ചിതത്വ സിദ്ധാന്തം. അനിശ്ചിതത്വ സിദ്ധാന്തം. അനിശ്ചിതത്വ സിദ്ധാന്തം. അനിശ്ചിതത്വ സിദ്ധാന്തം ഒരു വസ്തുവിൻ്റെ സ്ഥാനം, പിന്നെ അവയുടെ ആക്കം എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല എന്ന സിദ്ധാന്തത്തിൻ്റെ പേരാണ് അനിശ്ചിതത്വ സിദ്ധാന്തം. അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, പ്രത്യേകം ശ്രദ്ധിച്ചോളണം, അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് വെർണർ ഹെയ്സൻബർഗ് ആണ്. വെർണർ ഹെയ്സൻബർഗ്. അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് വെർണർ ഹെയ്സൻബർഗ്. വെർണർ ഹെയ്സൻബർഗ് എന്ന ശാസ്ത്രജ്ഞനാണ് അനിശ്ചിതത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനമോ ആക്കമോ കൃത്യമായി ഒരിക്കലും നിർണ്ണയിക്കാൻ സാധിക്കുക ഇല്ല എന്ന സിദ്ധാന്തം അനിശ്ചിതത്വ സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം ആദ്യമായി ആവിഷ്കരിച്ചത് വെർണർ ഹെയ്സൻബർഗാണ്. ഇനി ഈ പ്രകൃതിയിൽ ഒരുപാട് ബലങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു, ഭൂമിയുടെ ആകർഷണ ബലം, വൈദ്യുത ബലം, കാന്തിക ബലം, കർഷണ ബലം, ഇങ്ങനെ ധാരാളം ബലങ്ങളുണ്ട്. ഇതിൽ പ്രകൃതിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങളിൽ ഏറ്റവും ശക്തമായ ബലം, ഒരുപാട് ബലങ്ങളുണ്ട്. പ്രകൃതിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങളിൽ ഏറ്റവും ശക്തമായ ബലം, പ്രകൃതിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങളിൽ ഏറ്റവും ശക്തമായ ബലം ഏത് ചോദിച്ചാൽ ഉത്തരം ന്യൂക്ലിയർ ബലം. ന്യൂക്ലിയർ ബലമാണ് ഏറ്റവും ശക്തമായ ബലം. പ്രകൃതിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങളിൽ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം. ഇനി ഏറ്റവും കുറഞ്ഞ ബലം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം. പ്രധാനമാണ്, പഠിച്ചു വച്ചേക്കണം. പ്രകൃതിയിൽ ഏറ്റവും വലിയ ബലം എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ബലവും ഏറ്റവും കുറഞ്ഞ ബലം എന്ന് വെച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലവും ഗുരുത്വാകർഷണ ബലവും ആണ്. ജലമർദ്ദം ബലവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ജലമർദ്ദം കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്, ജലത്തിൻ്റെ മർദ്ദം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേര്, ജലത്തിൻ്റെ മർദ്ദം കൊണ്ട്
പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. ജലമർദ്ദം കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സൈഫൺ. സൈഫൺ. ഈ സൈഫൺ ഉപയോഗിച്ച് ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം മാറ്റാൻ സാധിക്കും. ഇതിന് വൈദ്യുതിയുടെ ആവശ്യമൊന്നുമില്ല. വളഞ്ഞ ഒരു കുഴലാണ് സൈഫൺ എന്ന് പറയുന്നത്. ഇതിന് വൈദ്യുതിയുടെ മോട്ടോറിൻ്റെയോ ഒന്നും യാന്ത്രികോർജ്ജത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. വൈദ്യുതോർജ്ജത്തിൻ്റെയോ യാന്ത്രികോർജ്ജത്തിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ ഒരു സ്ഫടികക്കുഴൽ, വളഞ്ഞ ഒരു സ്ഫടികക്കുഴൽ കൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉയരമിരിക്കുന്ന ഒരു പാത്രത്തിൽ താഴെ ഇരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒരു ട്യൂബ് വഴി കടത്തിവിടാം. ഇതിനുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ എന്ന് പറയുന്നത്. അതുപോലെ മഷിക്കുപ്പിയിൽ നിന്ന് നമ്മൾ ഇങ്ക് ഫില്ലറിലേക്ക് മഷി എടുക്കുന്നത് യഥാർത്ഥത്തിൽ മർദ്ദം കൊണ്ടാണ്, വായുമർദ്ദം കൊണ്ടാണ്. അപ്പോൾ അതുപോലെ ജലമർദ്ദം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സൈഫൺ എന്ന് പറയുന്ന ഉപകരണം. മറ്റൊരു കാര്യം, ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്ന് വിട്ടുപോകാൻ. എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുകയാണ്. എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ ഈ ആകർഷണ ബലത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ അതിന് നിശ്ചിതമായ ഒരു പ്രവേഗം ആവശ്യമുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രവേഗം. ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്ന് വിട്ടുപോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വെലോസിറ്റി, പ്രവേഗം. ഏറ്റവും കുറഞ്ഞ ഈ വെലോസിറ്റി അല്ലെ പ്രവേഗത്തെ പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കും. പലായന പ്രവേഗം. ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്നും, ബലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, ഓർമ്മണം. ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്നും വിട്ടുപോകാൻ, വേർപെട്ടു പോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം, ആ പ്രവേഗത്തെ പറയുന്ന പേരാണ് പലായന പ്രവേഗം. പലായന പ്രവേഗം. പാലായന പ്രവേഗമല്ല, പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി ഒരു ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്ന് വിട്ടുപോകാൻ, ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്ന് വിട്ടുപോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ പറയുന്ന പേരാണ് പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ബലം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ബലം പ്രധാനമായും ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ബലം പ്രധാനമായും ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വസ്തുവിൻ്റെ പിണ്ഡത്തെയാണ്, അല്ലെങ്കിൽ മാസിനെയാണ്. വസ്തുവിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കും. ഒരിക്കലും അതിൻ്റെ ഭാരത്തെ ആശ്രയിച്ചിരിക്കില്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ബലം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അതിൻ്റെ പിണ്ഡത്തെയാണ്, പിണ്ഡത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പിണ്ഡം ബലം അത് പ്രധാനമായി അതിൻ്റെ പിണ്ഡത്തെ ആശ്രയിച്ചിരിക്കും. ഒരു വസ്തുവിൻ്റെ ബലം നിർണ്ണയിക്കുന്ന ഘടകം, ഒരു വസ്തുവിൻ്റെ ബലം നിർണ്ണയിക്കുന്ന ഘടകം, ഒരു വസ്തുവിന് എത്രമാത്രം ബലമുണ്ട് എന്ന് നിർണ്ണയിക്കുന്ന ഘടകം അതിൻ്റെ വെലോസിറ്റിയാണ്. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. പ്രവേഗം മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ ബലം നിർണ്ണയിക്കാൻ പറ്റും. ഒരു വസ്തുവിൻ്റെ പ്രവേഗം മനസ്സിലാക്കിയാൽ അതിൻ്റെ ബലം നിർണ്ണയിക്കാൻ സാധിക്കും. ഒരു വസ്തുവിൻ്റെ ബലം നിർണ്ണയിക്കുന്ന ഘടകം ഏത് വസ്തുവിൻ്റെ ആയാലും ആ വസ്തുവിൻ്റെ ബലം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം പ്രവേഗമാണ്. പ്രവേഗത്തിനനുസരിച്ചാണ് വസ്തുവിൻ്റെ ബലം സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ പ്രവേഗം എത്ര തന്നെ ആയാലും, ഒരു വസ്തുവിൻ്റെ പ്രവേഗം എത്ര തന്നെ ആയാലും, കൂടുതലായാലും കുറവായാലും മാസ് വ്യത്യാസപ്പെടുന്നില്ല. വസ്തുവിൻ്റെ പ്രവേഗം എത്ര തന്നെ ആയാലും അവയുടെ മാസ് വ്യത്യാസപ്പെടുന്നില്ലെന്ന് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? സർ ഐസക് ന്യൂട്ടൺ. ഒരു വസ്തുവിൻ്റെ പ്രവേഗം എത്ര തന്നെ ആയാലും അതിൻ്റെ മാസ് വ്യത്യാസപ്പെടുകയില്ല എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടനായിരുന്നു. വസ്തുക്കളുടെ പ്രവേഗ വർധനവിനെ അറിയപ്പെടുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു, വസ്തുക്കളുടെ പ്രവേഗത്തിൻ്റെ വർധനവിനെ അറിയപ്പെടുന്നത് ത്വരണമെന്നാണ്. ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ. വസ്തുക്കളുടെ പ്രവേഗ വർധനവിനെ അറിയപ്പെടുന്ന ത്വരണമാണ്, അതിൻ്റെ കുറവിനെ അറിയപ്പെടുന്ന മന്ദീകരണമെന്നാണ്. വസ്തുക്കളുടെ പ്രവേഗ വർധനവിനെ ത്വരണം എന്നറിയപ്പെടും, പ്രവേഗത്തിലുണ്ടാകുന്ന കുറവിനെ മന്ദീകരണം എന്നറിയപ്പെടും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗത്തിലുണ്ടാകുന്ന വർധനമാണ്. മറ്റു കാര്യം, ഭൂമിയിൽ വച്ച് 50 കിലോഗ്രാം ഭാരം ഉയർത്തുന്ന ഒരാൾക്ക് ചന്ദ്രനിൽ വച്ച് ഉയർത്താൻ കഴിയുന്ന ഭാരം എത്രയായിരിക്കും? ചോദ്യം, ഭൂമിയിൽ വച്ച് 50 കിലോഗ്രാം ഭാരം ഉയർത്തുന്ന ഒരാൾക്ക് ചന്ദ്രനിൽ വച്ച് ഉയർത്താൻ കഴിയുന്നത് എത്ര കിലോഗ്രാം ഭാരം ആയിരിക്കും? നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കും, അതുകൊണ്ട് അവയ്ക്ക് ഭാരം ഉണ്ടാവുന്നു. ചന്ദ്രനിലാവട്ടെ ഭൂമിയിൽ ആ വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ 1/5 ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം, ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയിൽ ആ വസ്തുവിൻ്റെ ഭാരത്തിൻ്റെ 1/5. അതാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ അവിടെ ആകർഷണബലം കുറവാണ്. ചന്ദ്രനിൽ ആകർഷണബലം കുറവാണ്, ഭൂമിയിൽ ആകർഷണബലം കൂടുതലുമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി ആകർഷണബലം കൂടുതലനുസരിച്ചാണ് വസ്തുക്കൾക്ക് ഭാരം ഉണ്ടാകുന്നത്. ചന്ദ്രനിൽ അതില്ല. അപ്പോൾ ഭൂമിയിൽ വെച്ച് 50 കിലോഗ്രാം ഭാരം ഉയർത്തുന്ന ഒരാൾക്ക് ചന്ദ്രനിൽ വെച്ച് ഉയർത്താൻ കഴിയുന്നത് എത്രയെന്ന് ചോദിച്ചാൽ, എത്ര കിലോഗ്രാം ഭാരമായിരിക്കുമെന്ന് ചോദിച്ചാൽ, ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയിൽ ആ വസ്തുവിനുള്ള ഭാരത്തിൻ്റെ 1/5. ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയിൽ ആ വസ്തുവിനുള്ള ഭാരത്തിൻ്റെ 1/5. ഭൂമിയിൽ എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ 1/5. അപ്പോൾ ഭൂമിയിൽ വെച്ച് 50 കിലോഗ്രാം ഭാരം ഉയർത്തുന്ന ഒരാൾക്ക് ചന്ദ്രനിൽ വെച്ച് ഉയർത്താൻ കഴിയുന്ന ഭാരം എത്രയാണെന്ന് ഇനി കണ്ടുപിടിച്ചോളാം. അങ്ങനെ കണ്ടുപിടിക്കും. ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂമിയിൽ ആ വസ്തുവിനുള്ള ഭാരത്തിൻ്റെ 1/5. അതനുസരിച്ച് നമുക്കത് കണക്കാക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, വേനൽക്കാലത്ത് കൃഷിയിടങ്ങളിലെ മണ്ണ് ഇളക്കിയിടുന്നതിന് കാരണം നേരത്തെ പറഞ്ഞതാണ്. കേശികത്വം മുഖേന മണ്ണിലെ ജലാംശം, മേൽമണ്ണിലെ ജലാംശം നിലനിർത്തുന്നതിന് ഇത് ഉപയോഗിക്കുക. അത് നേരത്തെ പറഞ്ഞതാണ്. ഇനി അഴുക്ക് കഴുകിക്കളയാൻ പച്ചവെള്ളത്തേക്കാൾ കൂടുതൽ നല്ലത് ചൂടുവെള്ളമാണ്. എന്തുകൊണ്ടാണെന്ന് പറയാമോ? വസ്തുക്കളുടെ അഴുക്ക് നീക്കിക്കളയാൻ, തുണികളിലും മറ്റുമുള്ള അഴുക്ക് നീക്കാൻ പച്ചവെള്ളത്തേക്കാൾ ഏറ്റവും നല്ലത് ചൂടുവെള്ളമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ചൂടുവെള്ളത്തിന് പ്രതലബലം കൂടുതലായിരിക്കും. ചൂടുവെള്ളത്തിന് പ്രതലബലം കൂടുതലായിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അഴുക്കിനെ നീക്കിക്കളയും. അതുകൊണ്ട് പച്ചവെള്ളത്തേക്കാൾ നല്ലത് ചൂടുവെള്ളമാണ്. വസ്തുക്കളെ കഴുകി വൃത്തിയാക്കാൻ പച്ചവെള്ളത്തേക്കാൾ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഉപയോഗിച്ച് തുണികളെയും മറ്റു വസ്തുക്കളെയും കൃത്യമായി കഴുകി വൃത്തിയാക്കാൻ സാധിക്കും. ഇനി
പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഗുരുത്വാകർഷണ ബലം കൂടാതെ പ്രവർത്തിക്കുന്ന മറ്റൊരു ബലം തമ്മിൽ, പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും തമ്മിൽ ഗുരുത്വാകർഷണ ബലം കൂടാതെ പ്രവർത്തിക്കുന്ന മറ്റൊരു ബലം. ഗുരുത്വാകർഷണമില്ലാതെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും മാത്രം തമ്മിൽ സംയോജിച്ച് ഉണ്ടാകുന്ന ആകർഷണ ബലം. ആ ആകർഷണ ബലത്തെ പറയുന്ന പേരാണ് വൈദ്യുതാകർഷണ ബലം. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തമ്മിലുള്ള ആകർഷണ ബലത്തെ വൈദ്യുതാകർഷണ ബലം എന്ന് വിളിക്കും. കാരണം പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും തമ്മിൽ സംയോജിക്കുമ്പോൾ അതൊരു വൈദ്യുതാകർഷണ ബലമായി മാറും. ഇനി ഭൂമിക്ക് സൂര്യനെ പരിക്രമണം ചെയ്യാൻ ആവശ്യമായ ബലത്തിൻ്റെ പേര്, ഭൂമിക്ക് സൂര്യനെ പരിക്രമണം ചെയ്യാൻ ആവശ്യമായ ബലത്തിൻ്റെ പേര്, ഒരു ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിക്ക് സൂര്യനെ പരിക്രമണം ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ പേരാണ് അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലം ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ ഇടയാക്കുന്ന ബലം അഭികേന്ദ്ര ബലം. അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം. ഇനി നനഞ്ഞ തുണി ഉണക്കാനുള്ള യന്ത്രത്തിൻ്റെ പേര്, നനഞ്ഞ തുണി ഉണക്കാനുള്ള യന്ത്രത്തിൻ്റെ പേരാണ് ഡ്രയർ. അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ എന്ന തത്വം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് ഡ്രയർ. ഒരു പ്ലവത്തിലെ ഖരവസ്തു എളുപ്പം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഒരു പ്ലവത്തിലെ ഖരവസ്തു എളുപ്പം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഉദാഹരണം പാല് കടഞ്ഞ് തൈരാക്കുക ഉപയോഗിക്കുന്ന ഉപകരണം സെൻട്രിഫ്യൂജ്. പ്ലവത്തിലെ ഖരവസ്തുക്കളെ വേർതിരിക്കാൻ, ഒരു പ്ലവത്തിലെ ഖരവസ്തുക്കളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ഒരു പ്ലവം എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളിൽ പ്ലവത്തിലെ ഖരവസ്തുക്കളെ എളുപ്പം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ഇനി ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം പോലെ ചന്ദ്രനിൽ നിന്നുള്ള പലായന പ്രവേഗം ചന്ദ്രൻ്റെ ആകർഷണ ബലത്തിൽ നിന്ന് വിട്ടുപോകാൻ ഏറ്റവും കുറഞ്ഞ ബലം, അതാണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം. 2.37 കിലോമീറ്റർ പെർ സെക്കൻഡ്. 2.37 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം. ചന്ദ്രൻ്റെ ആകർഷണ ബലത്തെ വിട്ടുപോകാൻ ആവശ്യമായ പ്രവേഗം ആണ് പലായന പ്രവേഗം. ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.37 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കൊണ്ട് നമ്മൾ ഫിസിക്സിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പ്രകാശമായി, ശബ്ദം, താപം, ബലം, ചലനം അല്ലെങ്കിൽ മോഷൻ. സിലബസ് അനുസരിച്ച് നമ്മൾ ഇത്രയും പോർഷനാണ് ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്.